പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വാട്സ്ആപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി. ഇത് സംബന്ധിച്ച സാക്ഷിമൊഴിക്ക് ആധികാരിക തെളിവുകളില്ല. ചാറ്റ് ചെയ്ത ചിലർക്ക് കേസുമായി ബന്ധമുണ്ടെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പലരും കേസുമായി ബന്ധമില്ലാത്തവരാണെന്നും ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ കേസിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനവുമുണ്ടായി. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ലെന്നും ദൃശ്യങ്ങൾ സുരക്ഷിതമാണെന്നും കോടതി വ്യക്തമാക്കി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. രേഷ്മ, ഈ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം വളരെ രൂക്ഷമായ വിമർശനം വരികയാണ്. മറ്റൊന്ന്, ദിലീപ് കൊട്ടേഷൻ നൽകി എന്നതിന് യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ല എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് ഈ വിധിന്യായം. പുറത്തു വരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ? നിലിമ, ദിലീപ് നേരത്തെ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് കോടതിയുടെ കണ്ടെത്തലുകളായിട്ട് വിധിന്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ദിലീപിനെ കുറ്റം ചാർത്തി എന്നുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പരോക്ഷമായിട്ട് തന്നെ കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെയും കൃത്യമായിട്ടുള്ള പരോക്ഷ വിമർശനവും നേരിട്ടുള്ള വിമർശനവും കോടതി നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ, രേഖകളൊന്നും തന്നെ കോടതിയിൽ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ദിലീപും പൾസർ സുനിയും തമ്മിൽ രഹസ്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് നടിയെ ആക്രമിച്ചത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിന് കൃത്യമായിട്ട് കോടതി അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ ആസ്പദമാക്കിയുള്ള തുടരന്വേഷണം തന്നെയാണ്. അതൊരു കേസ് സജീവമാക്കാനായിട്ടുള്ള പോലീസിന്റെ നാടകം എന്നുള്ളൊരു പരോക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുമാത്രമല്ല, നേരത്തെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വാദം എന്ന് പറയുന്നത് 12ഓളം ചാറ്റുകൾ ദിലീപ് തന്റെ ഫോണിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ ചാറ്റുകൾ ഒന്നും തന്നെ ഈ കേസുമായിട്ട് ബന്ധമുള്ളവയല്ല, അങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചാറ്റിൽ നീക്കം ചെയ്ത ചാറ്റുകൾ അയച്ചിരുന്ന സാക്ഷിയടക്കം വിസ്തരിച്ചിരുന്നു. പക്ഷേ ആ സാക്ഷിയും പറഞ്ഞത് ഈ കേസുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല ആശയവിനിമയം നടത്തി എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴി, അതായത് 2016 ഡിസംബർ മാസം പൾസർ സുനിയും ദിലീപും തമ്മിൽ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി. പക്ഷേ ഈ 2016 കൂടിക്കാഴ്ച നടത്തിയതായിട്ട് പൾസർ സുനി എവിടെയും പറഞ്ഞിട്ടില്ല. മറ്റ് കൂടിക്കാഴ്ചകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മൊഴിയായിട്ട് അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2016 ഡിസംബർ മാസത്തിലെ കൂടിക്കാഴ്ച സംബന്ധിച്ച് ബാലചന്ദ്രകുമാറിന് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അതുമാത്രവുമല്ല, അതെങ്ങനെയാണ് സാധിക്കുക? ബാലചന്ദ്രകുമാറിന് മാത്രം ഇക്കാര്യം അറിവുണ്ടാകുന്നത് എങ്ങനെയാണ്? അതുകൂടാതെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കൂടി ജഡ്ജി ഹണിയം വർഗീസ് നടത്തിയിട്ടുണ്ട്. അതായത് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ദിലീപ് പൾസറുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോയിരുന്നത് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി നിലനിന്നിരുന്ന ഒരു ബന്ധത്തിൽ എങ്ങനെയാണ് ദിലീപ് പൾസറിന് ഒപ്പം ചേർത്തുകൊണ്ട് ബാലചന്ദ്രകുമാറിന് കാണാനായിട്ടുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിന്റെ മൊഴി സംശയത്തിന്റെ നിഴലിലാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ കേസിന്റെ ഒരു നിർണായക ഘട്ടം എന്ന് പറയുന്നത് അബാദ് പ്ലാസയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായിരുന്നു. അതായത് ഈ അബാദ് പ്ലാസയിൽ വെച്ച് 2013 ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ഈ ഗൂഢാലോചന ആരംഭിക്കുന്നത്. ഈ അബാദ് പ്ലാസയിൽ 410-ാം നമ്പർ മുറിയിൽ വെച്ച് ദിലീപും പൾസർ സുനിയും അമ്മയുടെ ഷോയ്ക്കിടെ ഈ ഒരു കൊട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ള കണ്ടെത്തലിലേക്കും അന്വേഷണ സംഘം കടന്നിരുന്നത്. പക്ഷേ ഇത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് കോടതിയിൽ മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. ഇതിലെ 120-ാം നമ്പർ പ്രോസിക്യൂഷൻ സാക്ഷി മാത്രമാണ് ഈ അബാദ് പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ആ സാക്ഷി പറഞ്ഞിട്ടുള്ളത് തനിക്ക് വേണ്ടിയിട്ട്
ടിക്കറ്റ് വാങ്ങിക്കാൻ ആയിട്ടാണ് പൾസർ സുനി അബാദ് പ്ലാസിലെത്തിയെന്നാണ്. ഈ 410 നമ്പർ റൂം ദിലീപ് ബുക്ക് ചെയ്തു എന്നോ അല്ലെങ്കിൽ അവിടേക്ക് ദിലീപ് എത്തിയതായിട്ടോ തെളിയിക്കുന്ന സാധൂകരിക്കുന്ന രേഖകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുമാത്രവുമല്ല, ഈ ടിക്കറ്റ് വാങ്ങാനായിട്ട് അബാദ് പ്ലാസയിൽ എത്തിയ പൾസർ സുനി എങ്ങനെയാണ് ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തിയത്, ഇത് സാധൂകരിക്കുന്ന, ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖകളും തെളിവുകളും ഹാജരാക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല. മറ്റൊന്ന്, ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഹാഷ് വാല്യൂ മാറിയതായിട്ട് 2020 ജനുവരിയിൽ തന്നെ ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിൽ കണ്ടെത്തലുണ്ടായിരുന്നു. അത് അന്നേ ദിവസം തന്നെ ഈ പറയുന്ന ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ 2022 മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ താൻ ഈ വിവരം അറിഞ്ഞെന്നുള്ള കാര്യം കോടതിയിൽ വ്യക്തമാക്കുന്നത്. അതായത് 2021 ഒക്ടോബർ മാസമാണ് ബാലചന്ദ്രകുമാർ പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനുശേഷം ഈ കേസിൽ രണ്ടാമതൊരു തുടരന്വേഷണം ഉണ്ടാകുന്നത്. അന്ന് ദിലീപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ട് നീലിമ. അതായത് ഈ കേസ് നിലവിൽ ഒരു അടഞ്ഞ അധ്യായത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് വീണ്ടും സജീവമാക്കാനായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോലീസ് ബാലചന്ദ്രകുമാറിനെ കൊണ്ടുവന്നതെന്നുള്ളതായിരുന്നു ദിലീപിന്റെ ആക്ഷേപം. അത് കോടതിയും അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ 6 അറസ്റ്റ് വരെ പൾസർ സുനി ഉൾപ്പെടെ പ്രദീപ് വരെയുള്ള 6 പേരുടെ അറസ്റ്റ് വരെ കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഈ അന്വേഷണ സംഘം ഈ കൃത്രിമമായ തെളിവുകൾ സംഘടിപ്പിച്ചെടുക്കാനും ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുമുള്ള നാടകീയ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അന്വേഷണ സംഘം അതിനുവേണ്ടി സമർപ്പിച്ച ഒരു രേഖകളിലും വളരെ കൃത്യമായ ആധികാരികതയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നില്ലേ? അതെ, അതായത് ഒരു കൃത്യമായിട്ട് ഒരു കഥ മെനയാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചു. പക്ഷേ ആ കഥയ്ക്ക് അനുസൃതമായിട്ട് ആധികാരിക രേഖകൾ സമർപ്പിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല. കാരണം കോടതിയിൽ എത്തുമ്പോൾ ഈ കഥയ്ക്ക് ഒരു ആധികാരികത ഉണ്ടാകണം, അതിന് രേഖകൾ ഉണ്ടാകണം, ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാകണം. ഈ ഡിജിറ്റൽ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാനായിട്ട് പ്രോസിക്യൂഷന് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കോടതി ഉന്നയിച്ച ഒരു ആരോപണം. അതുമാത്രമല്ല, ദിലീപ് പൾസർ സുനി സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാട്, അതായിരുന്നു ആദ്യഘട്ടത്തിൽ മറ്റൊരു കണ്ടെത്തലായിട്ട് അന്വേഷണ സംഘം ഉന്നയിച്ചത്. 1 ലക്ഷം രൂപ ഈ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു തെളിവായിട്ട് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അന്വേഷണ സംഘം അത് പറയുന്നുണ്ടെങ്കിലും ഈ 1 ലക്ഷം രൂപ അന്നേ ദിവസം, അതായത് അന്വേഷണ സംഘം പറയുന്ന അന്നേ ദിവസം പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വന്നു. അത് പക്ഷേ ദിലീപ് കൊടുത്തതാണ് എന്ന് സാധൂകരിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അതായത് കൃത്യമായിട്ട് ഒരു കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു കേസിന്റെ ഒരു കഥ മെനയാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചെങ്കിലും ആധികാരികമായിട്ട് ഡിജിറ്റൽ തെളിവുകളോ അത് സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളോ പ്രോസിക്യൂഷന് കോടതിയിൽ മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായിട്ട്, സംശയാതീതമായിട്ട് തെളിയിക്കാനായിട്ട് ഈ പ്രോസിക്യൂഷന് സാധിക്കാത്ത പക്ഷം വെറുതെ വിടുന്നു എന്നുള്ള ഒരു ഉത്തരവിലേക്ക് കോടതി കടന്നത്. ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും അതിലും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം 2013 മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന പൾസർ സുനി പിന്നീട് പൾസറിനെ കാണാനില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ 2014 മുതൽ കോടതിയിൽ അദ്ദേഹം കോടതിയിലല്ല, ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം ഹാജരായിക്കൊണ്ട് ഒപ്പിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കാണാതായി എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാനാവുക എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ എടുത്ത എല്ലാ നിലപാടുകളും, ദിലീപിന്റെ കാര്യത്തിൽ എടുത്ത എല്ലാ നിലപാടുകളും തെളിവ് സഹിതം തള്ളിയിരിക്കുകയാണ് കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്രിമമായി ചില നാടകങ്ങൾ നടത്തുകയായിരുന്നു എന്ന രീതിയിലുള്ള വിധിയാണ്, ആ വിധി പകർപ്പിലാണ് ഇത്തരം പരാമർശങ്ങൾ കാണാൻ കഴിയുന്നത്.